വഖഫ് ബോർഡ് കേസിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി. സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീംകോടതി നീക്കി. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ബി ബാലഗോപാലുണ്ട്. ബാലഗോപാൽ, എന്താണ് വിശദവിവരങ്ങൾ? മോത്തി, കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഉത്തരവ് ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇന്നുണ്ടായിരിക്കുന്നത്. കേരള വഖഫ് ബോർഡിന്റെ പുനഃസംഘടിപ്പിച്ചതിനെതിരെ കേരള ഹൈക്കോടതിയുടെ വിധി പുനഃസംഘടിപ്പിച്ചതിനെതിരായ വിധിയിൽ കേരള ഹൈക്കോടതി രണ്ട് നിർദ്ദേശങ്ങൾ ഒരു ഇടക്കാല ഉത്തരവിലൂടെ മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചിലവ് വരുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി തേടണമെന്നതായിരുന്നു അതിൽ ഒരു നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, ഈ വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിരുന്നു. മദ്രാസ് ഹൈക്കോടതി നേരത്തെ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിൽ ഈ ഒരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സമാനമായ രീതിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിന് സമാനമായ സ്റ്റേ ചെയ്തതുപോലെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലും സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കേരള വഖഫ് ബോർഡും അതുപോലെ തന്നെ ഒമർ ഫൈസിയും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ബോർഡ് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി നീക്കിയിട്ടുണ്ട്. കാരണം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയോട് കൂടിയാണ് നയപരമായ തീരുമാനങ്ങളും മറ്റും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം ആവശ്യമില്ല. മറിച്ച് ജോയിന്റ് സെക്രട്ടറി, സർക്കാർ ചുമതലപ്പെടുത്തുന്ന ജോയിന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയോ ബോർഡ് അംഗമായി തുടരും എന്നതാണ്. രാഷ്ട്രീയമായ ചില വാദപ്രതിവാദങ്ങളും ഇന്ന് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടന്നിരുന്നു. ഈ കേരള വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് നൽകിയിരിക്കുന്ന ഹർജി സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുന്നു, അതിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു. ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല, മറിച്ച് ഈ മുസ്ലിം ഇതര വിശദ വിവരങ്ങൾ പങ്കുവച്ചത് വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ബന്ധപ്പെട്ടാണ്.